ഇത് വെറും ടിപ്പല്ല, ഇത് പൊട്ടും. വെറും പൊട്ടലല്ല, പട്ടക്കം പൊട്ടും. You could be the muse to my passion. We can make love like an act of God. I just match my words to my actions. Magic in my life's everlasting. I say I could have the world or be with any girl, but something about your style makes me wanna man up. We should fill our cups, catch a flick and do some stuff. I used to one night stands, but with you that's not enough. I don't wanna front, I just wanna see ya. Please give me a sign, yeah. 2010 ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്സ്വാഗൻ പോളോ എന്ന വാഹനത്തിനെ അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു ഫോക്സ്വാഗൻ പോളോ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിരിക്കുന്ന ഈ 2020 മോഡൽ ഫോക്സ്വാഗൻ പോളോനെയാണ്. സോ സ്ട്രെയിറ്റ് അവേ ലെറ്റ്സ് ഓപ്പൺ ദി എൻജിൻ ബേ. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് തോന്നിക്കുന്ന ഒരു ഹുഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദി എൻജിൻ 999cc ഇൻലൈൻ 3 സിലിണ്ടർ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം 1 ലിറ്റർ പെട്രോ MPI എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അത്ര ഭീകരമായ പെർഫോമൻസ് ഒന്നും തന്നെ ഇല്ല ഈ ഒരു സ്റ്റോക്ക് എഞ്ചിന്. പക്ഷേ ദിസ് തിങ് ഈസ് റീമാപ്ഡ്, വിച്ച് മീൻസ് റെഡ് ബാൻഡ് റേസിംഗിൻ്റെ സ്റ്റേജ് 2 റീമാപ്ഡ് ആണ്. സ്റ്റോക്ക് വരുന്ന 110 bhpയിൽ നിന്ന് സ്ട്രെയിറ്റ് 140+ bhpയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വാഹനം. സോ ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് BMCയുടെ എയർ ഫിൽറ്റേഴ്സുമാണ്. സോ എനിവേ ലെറ്റ്സ് ക്ലോസ് ദി എഞ്ചിൻ ബേ. ആൻഡ് യെസ് ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 2010 മുതലേക്ക് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഫോക്സ്വാഗൻ പോളോയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടി തന്നെയാണ് ഇന്നും ഈ ഒരു ഫോക്സ്വാഗൻ പോളോ ഇറങ്ങുന്നത്. അതിൽ നിന്ന് ഈ ഒരു ഫോക്സ്വാഗൻ പോളോനെ വ്യത്യസ്തമാക്കുന്ന ചെറിയ ചെറിയ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നേരെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു R-ലൈൻ്റെ കസ്റ്റം ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ ടോട്ടലി ഡീക്രോം ചെയ്തേക്കുവാണ്. കാരണം ഈ ഒരു ഫോക്സ്വാഗൻ്റെ ലോഗോനൊക്കെ ടോട്ടലി ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് ഡീക്രോം ചെയ്തിരിക്കുകയാണ്. ദെൻ താഴത്തേക്ക് നോക്കുമ്പോൾ സ്റ്റോക്ക് പോളോയിൽ കാണുന്ന പോലത്തെ ഒരു ഹണികോം ഗ്രില്ല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് ഫ്ലാഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നേരെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു DRലോട് കൂടി ഇത് കാണുമ്പോൾ. അവിടെ നിന്ന് പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ മാക്സ്റ്റൻ്റെ ഫ്രണ്ട് സ്പ്ലിറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. ദെൻ മൂവ് ഓൺ ടു ദ സൈഡ് പ്രൊഫൈൽ. വണ്ടി ഇങ്ങനെ കിടക്കുന്നത് തന്നെ കാണുവാനായിട്ട് ഒരു ചന്തമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ ഒരു 17 ഇഞ്ച് വിക്ടോറിയ വീൽസ് ആണ്. എൻ്റെ മോനെ ഇതൊരു രക്ഷയില്ല കാണുവാനായിട്ട്. അതുമാത്രമല്ല ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കോബ്ര സ്പ്രിങ്സിൽ 40 mm ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ദെൻ ഈ ഒരു സൈഡിൽ വരുന്ന R-ലൈൻ്റെ സൈഡ് സ്കേർട്ട്സും അതിന് താഴെ തന്നെ ഈ ഒരു സൈഡ് ലിപ്സും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി വണ്ടി ഒരു പല ആംഗിളിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡ്സ് ഫീൽ ശരിക്കും കാണുവാനായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. ദെൻ ടോപ്പിലേക്ക് നേരെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷീഡൊക്കെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് മിറേഴ്സ് ഒക്കെ ആണെങ്കിലും കാർബൺ ഫൈബർ ഡിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് വരുന്ന ഈ ഒരു സൈഡിലാണ്. ആൻഡ് ഇറ്റ്സ് എ പെട്രോൾ. ദെൻ GT-DSIയുടെ ഒരു ബാഡ്ജിങ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. കോബ്ര സ്പ്രിങ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ എൻ്റെ മോനെ വണ്ടി ആക്ച്വലി കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റോക്ക് ലുക്ക് തന്നെയാണെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിലുള്ള പോലെ നമുക്ക് തോന്നിക്കും. അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ ഒരു മാക്സ്റ്റൻ്റെ ഡിഫ്യൂസർ കിറ്റ് തന്നെയാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 Akrapovicൻ്റെ എക്സോസ്റ്റ് ടിപ്പ് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇത് വെറും ടിപ്പല്ല, ഇത് പൊട്ടും. വെറും പൊട്ടലല്ല, പട്ടക്കം പൊട്ടും. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരുമ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സ് കൊടുത്തിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ ഡീക്രോം ചെയ്തിരിക്കുന്ന ബാഡ്ജിങ് കാണുവാനായിട്ട് സാധിക്കും. ദെൻ മുകളിലേക്ക് വരുമ്പോൾ GTയുടെ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പോഴത്തെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ അപ്പർ സൈഡിൽ കണ്ട പോലെ തന്നെ എക്സാക്ട്ലി ഇത് സെയിം ആണ്, എക്സെപ്റ്റ് ആ ഒരു ഫ്യൂവൽ ലിഡും. ദെൻ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് ഒന്ന് കടന്നു നോക്കുവാണെങ്കിൽ ഇന്റീരിയറിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫോക്സ്വാഗൻ പോളോ ആക്ച്വലി ഒരു 4 സീറ്റർ ആണ്. പക്ഷേ എന്നാലും ഒരു 5 പേർക്ക് വേണമെങ്കിൽ ഇരുന്ന് പോകാം എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അവിടെ നിന്ന് പിന്നെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇവിടെയും ഒരു വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഒരു 2020 ഫോക്സ്വാഗൻ പോളോ ഹൈലൈൻ പ്ലസ് മോഡലിലാണ് നമുക്ക് ഈ ഒരു ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ആംറസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതെന്തായാലും കൊള്ളാം, നല്ലൊരു കൂൾ ഫീച്ചറായിട്ട് തോന്നി. സോ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലൊന്ന് കയറി ഇരുന്ന് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് എന്നൊന്ന് കണ്ടു നോക്കാം.
ഏറെക്കുറെ ഈ ഒരു വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തൊരു തീപ്പൊരി സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതെന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ അതിനു മുന്നേ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കടന്നിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു GTയുടെ സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വരുന്നത്. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ട് വരുന്ന ഈ ഒരു GTയുടെ സ്റ്റിയറിംഗ് വീല്. കാരണം നല്ലൊരു കംഫർട്ടബിളി നമുക്ക് ക്രൂസ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റിയറിംഗ് വീല്. കാരണം നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഈ ഒരു 2020 മോഡൽ Volkswagen POLO Highline Plusന് വരുന്നത് GTയുടെ സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ GTയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കാരണം ക്ലസ്റ്ററിലേക്ക് നോക്കുവാണെങ്കിൽ RPM ഗേജ്, സ്പീഡോമീറ്റർ, സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ, അതുപോലെ ഇവിടെ വരുമ്പോൾ ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡ്യുവൽ AC എയർ വെന്റ്സ്, ടോഗിൾ സ്വിച്ചസ്, താഴത്തേക്ക് വരുമ്പോൾ AC കൺട്രോൾസ്, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും, പിന്നെ നമ്മുടെ ആ ഒരു മാനുവൽ 6-speed ട്രാൻസ്മിഷൻ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ ഒരു ഹാൻഡ് ഡ്രസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അഡീഷണൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഹൈലൈൻ പ്ലസ് മോഡലിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. പൊട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ പൊട്ടിയില്ല. ഇത് പൊട്ടിക്കണമെങ്കിൽ ഇതിനൊരു വെടിമരുന്ന് വേണം. ആ വെടിമരുന്നാണ് ഈ സാധനം. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാല്ലേ. രക്ഷയില്ല, അത് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ലെവൽ സൗണ്ട്. ചുമ്മാ ടപ്പേന്ന് പറഞ്ഞില്ല ഒന്ന് പൊട്ടുന്നത്. ഏതായാലും ഈ ഒരു കീയുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഫുള്ള് വർക്കിംഗ് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ നന്ദുവിനെ വിളിക്കാം. കാരണം ഈ ഒരു വണ്ടിയുടെ ഓണർ നന്ദു എൻ്റെ ഫ്രണ്ടാണ്. സോ വണ്ടി എന്തായാലും ഓഫ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതാണ് നന്ദുവിൻ്റെയാണ് ഈ ഒരു വാഹനം. സോ ആദ്യമേ തന്നെ നന്ദുവിനോട് ചോദിച്ചേക്കാം, ഈ ഒരു വെടിമരുന്ന് എങ്ങനെയാണ് നടക്കണേന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒരു സംവിധാനം കൂടിയുണ്ട്. അതിനകത്ത് 2ലും വോളിയം കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഈ ഒരു വോളിയം കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റിന്റെ സൗണ്ട് കൂടും കുറയും ചെയ്യും. അതെന്തായാലും ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് മോട്ടോ കരേരയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പോൾ നന്ദു, ഈ ഒരു വാൽവാട്രോണിക് എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തെടുത്തതിന് ഏറെക്കുറെ എന്ത് റേറ്റ് ആയി കാണുമായിരിക്കും? ഇതിനകത്ത് എക്സോസ്റ്റ് മാത്രം ചെയ്തതിന് 63,000 രൂപ മുടക്കായിട്ടുണ്ട്. 63,000 rupees. ഓ, അപ്പോൾ എക്സോസ്റ്റിന് മാത്രം 63,000 ആയെങ്കിൽ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ഏറെക്കുറെ ഇപ്പം നിലവിൽ എത്രയായി കാണുമായിരിക്കും? ഒരു കൗതുകം. ടോട്ടല് ഞാനിപ്പോൾ മൊത്തം 4 lakh മുടക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എറൗണ്ട് ഒരു 4 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു വാഹനത്തിൽ ഒരു ഓവറോൾ മുടക്കിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം ഇത്രയും കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടേ നടക്കുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് വണ്ടി വേറെ ഒന്നുമല്ല, വണ്ടി നമ്മൾ ലോവർ ചെയ്തേക്കണോണ്ട് ബംസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണമായിരിക്കും. അതൊരു കെയറിംഗ് ആയിട്ട് ശരിയാണ്. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും വണ്ടിയിൽ ചെറിയ സ്പിന്ന് പോയി നോക്കാം. അപ്പോൾ ബാക്കി വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടി Stage 2 റീമാപ്ഡ് ആണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കാം. എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടി Stage 2 റീമാപ്ഡ് ആണെന്ന്. നമുക്ക് എന്തായാലും അതെങ്ങനെയുണ്ടെന്നോ നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, റീമാപ്പ് ആയതുകൊണ്ട് വണ്ടി കാല് കൊടുത്ത് അങ്ങ് തെറിച്ച് പൊക്കോളും. അപ്പോൾ ഇതിന്റെ എന്തായാലും ഒരു പ്രോപ്പർ ആക്സലറേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ഞാൻ അപ്പുറ സൈഡിൽ വന്നിട്ട് അത് കാണിച്ചു തരാം. സോ പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്, ഈ ഒരു വണ്ടിക്ക് അകത്ത് ഇരുന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം ആയിട്ട് വരുന്ന GTയിൽ കാണുന്ന അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നല്ല അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മാനുവൽ ഷിഫ്റ്റിംഗ് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പാഡിലും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറിയാർന്നേനെ. വണ്ടി മൊത്തത്തിൽ വേറെ മൂഡാണ്. പ്രത്യേകിച്ച് ഇതൊരു പോളോ, കൂടുതലൊന്നും എടുത്ത് പറയണ്ടല്ലോ.
ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബോഡി റോളോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി വണ്ടിക്ക് നല്ലൊരു ബോഡി വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ലൊരു റോഡ് പ്രസൻസും ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ പോരാതിന് നമ്മൾ വൈഡ് വീൽസ് ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. വണ്ടി റോട്ടിൽ നിന്ന് പറയുക എന്നുള്ളൊരു കൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഒരു വളവാണെങ്കിൽ എന്താ, വളവിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒട്ടും തെറിച്ചു പോകുന്നില്ലാത്ത രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഓപ്പൺ റോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് എന്തായാലും ഒരു 0 to 100 ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കാം. സോ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം കേട്ടോ. നമ്മളൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടാണ് നമ്മൾ 0 to 100 നോക്കുന്നത്. സോ നമുക്ക് എന്തായാലും AC അങ്ങ് ഓഫ് ചെയ്തേക്കാം. AC ഓഫ് ചെയ്തു. വണ്ടിയുടെ റെവ് കുറച്ച് കയറ്റി നിർത്തി. ആൻഡ് ഹിയർ വി ഗോ. സിംപ്ലി സെക്കൻഡ് ഗിയറിൽ ഇതാ വണ്ടി 100 ക്രോസ് ചെയ്തു. ആൻഡ് തേർഡ് ഗിയർ വണ്ടി ഒരു രക്ഷയില്ലാതെ പറഞ്ഞ ഒരു രക്ഷയില്ല. സ്റ്റിൽ വണ്ടി കയറി പോവാണ്. പക്ഷെ ഫ്രണ്ടിൽ വേറെ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. എന്തായാലും സ്റ്റേജ് 2 റീമാപ്ഡിൻ്റെതായ ആ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ടുണ്ട്. സെക്കൻഡ് ഗിയർ എത്തിയപ്പോഴത്തേക്കും വണ്ടി നേരെ 100 ക്രോസ് ചെയ്യുവാണ്. നമ്മൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആ ഒരു ടൈമിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാല് കൊടുത്താൽ വണ്ടി തെറിച്ചങ്ങ് പൊക്കോളും. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 1.2 ലിറ്റർ പെട്രോൾ പോളോയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ 2020 1 ലിറ്റർ എഞ്ചിൻ വന്നപ്പോൾ ഒത്തിരി പേര് ഒരു ചർച്ചാ വിഷയമാക്കിയിരുന്നു. കാരണം ഈ ഒരു 1 ലിറ്റർ എഞ്ചിന് പെർഫോമൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇല്ല. ചിലപ്പോൾ റീമാപ്പിങ്ങിൻ്റെയും കൂടി ആയിരിക്കാം. കാരണം വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞാൽ ഫൺ ഓണാണ്. ഫൺ എന്ന് പറഞ്ഞാൽ അത് വെറും ഫണ്ണല്ല. വണ്ടി ചുമ്മാ ചിന്ന പൊളിയായിട്ട് ചുമ്മാ ചെറ്റിട്ട് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വെറുതെ കാല് കൊടുക്കണം. തേർഡ് ഗിയർ തന്നെ വണ്ടി. പക്ഷെ ഒരു നല്ല ഇനീഷ്യൽ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം ബ്രേക്കിംഗ് ഉണ്ട്. ആ ഒരു ബ്രേക്ക് ബൈറ്റിംഗ് വണ്ടിക്ക് ഉണ്ട്. ഇതിന്റെ റോട്ടേഴ്സ് കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വണ്ടി നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു വാഹനത്തിന്റെ മൈലേജിനാണ്. കാരണം ഇതുപോലത്തെ ഒരു എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോയി നടക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുമെന്നൊക്കെ എല്ലാവർക്കും തോന്നുമായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരു ലോക്കൽ നമ്മൾ ഓടിക്കുമ്പോൾ ഏറെക്കുറെ ഒരു 12 തൊട്ട് 14-15 കിലോമീറ്റർ വരെ നമുക്ക് ലോക്കലിന് മൈലേജ് കിട്ടും. അതുപോലെ ഹൈവേയിൽ ഒരു ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അറൗണ്ട് ഒരു 18 മുതൽ 20 വരെയൊക്കെ ഇതിന് മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ്. കാരണം പോളോ ഈ ഒരു 1.2 നിന്ന് 1 ലിറ്റർ എഞ്ചിൻ ഇറക്കിയത് കൂടുതലും മൈലേജ് തന്നെ നോക്കിക്കൊണ്ടായിരുന്നു. എന്നാലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വണ്ടി ഒന്ന് സൈലന്റ് ആയിട്ടിരുന്ന് ഓടിച്ചു. പക്ഷെ ഇതിന്റെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു എക്സോസ്റ്റ് നോട്ടും കൂടി ഒന്ന് കേട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും നമുക്ക് ആ ഒരു എക്സോസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് നേരം ഒന്ന് എക്സോസ്റ്റ് ഇട്ടൊന്ന് ഓടിച്ച് നോക്കാം. ആക്ച്വലി വണ്ടി നിർത്തുമൊന്നും വേണ്ട, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആക്ച്വലി എക്സോസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒരു അല്പം ഇറക്കിയിട്ടേക്കാം. കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു നോർമൽ RPM വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ കേൾക്കാനായിട്ട് വേറൊരു രസമുണ്ട്. പൊട്ടിച്ച് പോവാം. ഇന്ത്യൻ വിപണിയിൽ ഫോക്സ്വാഗൻ ഇറക്കിയ ഒരു വാഹനമാണ് ഈ ഒരു ഫോക്സ്വാഗൻ പോളോ.
സോ അന്ന് മുതൽ ഇന്ന് വരെ രൂപഭാവ വ്യത്യാസത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താണ്ട് ഇന്നും ഈ ഒരു വാഹനം നിരത്തിൽ ഇറങ്ങണമെങ്കിൽ അതിനൊരു റേഞ്ചൊക്കെ വേണം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ്. കാരണം വണ്ടി ഓടിക്കുന്നതോറും നമുക്ക് ആ ഒരു ഇഷ്ടം കൂടി വരികയുള്ളൂ. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ പുറമേ കാണുന്ന ഈ ഒരു കോസ്മെറ്റിക് ചേഞ്ചസും അതുപോലെ എഞ്ചിനിൽ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജ് 2 റീമാപ്പിംഗുമാണ് നിലവിൽ ചെയ്ത് തീർത്തിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ വരുന്നതിന്റെ ഇന്റീരിയറിലേക്കാണ്. സോ എന്തായാലും വൈകണ്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്ത് തീർക്കുമ്പോൾ ഞാൻ അതിന്റെ കൂടി ഒരു വീഡിയോ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. Just give me a sign if you wanna come. Just give me a sign.